അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത വൈറ്റ് ഹൗസ് ലേഖകരുടെ അത്താഴ വിരുന്നിൽ സുരക്ഷാ സംവിധാനത്തിന് വീഴ്ച പറ്റിയ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പി ജെയിംസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. 2 മാസം 2 മാസം തികയാണ് പശ്ചിമേഷ്യയിലെ ഏതാണ്ട് യുദ്ധത്തിന് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും അതൊരു യുദ്ധമായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം യുദ്ധത്തിനെ വെല്ലുന്ന രീതിയിലുള്ളതാണ് സംഭവിച്ചത്. അതേക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മളിപ്പോൾ നൽകിയത്. എന്തായാലും എസ് കെ എൻ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് സമാധാന ചർച്ച എങ്ങും എത്താതെ നിൽക്കുകയാണ്. ഇതിൽ അതിനിടയിലാണ് ട്രംപിൻ്റെ വൈറ്റ് ഹൗസിന് സമീപമുള്ള ഹിൽട്ടൺ ഹോട്ടലിൽ നൽകിയ വിരുന്ന്. അത് അവിടുത്തെ വൈറ്റ് ഹൗസ് ജേർണലിസ്റ്റ് അസോസിയേഷൻ്റെ കീഴിൽ 2300 ജേർണലിസ്റ്റുകൾ പങ്കെടുക്കുന്നു. അതിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഹൗസ് സ്പീക്കർ അടക്കമുള്ള ഭരണകൂടത്തിൻ്റെ പ്രമുഖർ മുഴുവൻ ഇത് പങ്കെടുത്തതിലാണ് ഈ കോൾ തോമസ് അലൻ എന്ന അക്രമി ഈ വെടിയുതിർത്തത്. അദ്ദേഹത്തെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, പക്ഷേ പുറത്ത് സെക്യൂരിറ്റി ഗാർഡ്സുമായി ഏറ്റുമുട്ടി അധികം വെടിവെച്ചു. വെടികൊണ്ടത് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിലായതുകൊണ്ട് മാത്രമാണ് ഒരാൾ രക്ഷപ്പെട്ടത്. ആ രീതിയിൽ മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ട്രാക്ക് ചെയ്ത് വരുമ്പോൾ കാലിഫോർണിയയിൽ നിന്ന് ഷിക്കാഗോയിൽ ഇറങ്ങി, ഷിക്കാഗോയിൽ നിന്ന് വാഷിങ്ടണിൽ ഇറങ്ങി, എവിടെയാണോ ഈ ഇത്രയും പ്രധാനപ്പെട്ട ഈ അത്താഴ വിരുന്ന് നടക്കുന്ന ആ ഹോട്ടലിൽ തന്നെ മുറിയെടുത്ത് 2 തോക്കുകൾ 3 കത്തികളൊക്കെ ആയിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെക്യൂരിറ്റിയെ വെട്ടിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ഒരു പോയിന്റ് മാത്രമുള്ളൂ അവിടെ താമസിക്കുന്നവർക്ക് ഇതിലേക്ക് കടക്കാൻ. ആ പോയിന്റിൽ വെച്ച് ഒരു സംശയം തോന്നി. ഇയാൾ ഓടിയപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുതിർത്തതാണ്. ഒരുപക്ഷെ അത് കടന്നിരുന്നെങ്കിൽ അദ്ദേഹം ഈ ഹാളിൽ കയറുമായിരുന്നു, പ്രസിഡന്റിന് നേരെ വെടിയുതിർക്കുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേ സംബന്ധിച്ചുള്ള ചർച്ചകൾ, കാര്യങ്ങൾ നടക്കുന്നു. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതിയിൽ പ്രതിയെ ഹാജരാക്കി. പ്രതി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ടായിരുന്നു. അയാൾ വലിയ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളൊക്കെയാണ്. പക്ഷേ ട്രംപ് വിരുദ്ധ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ് എസ് കെ എൻ. ട്രംപിനെ ഒന്ന് വിരട്ടാൻ അത് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് CIA, FBI കേന്ദ്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. ട്രംപിന്റെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.